ബിഗ് ബോസ് അഡിക്റ്റായി ഞാൻ. ബിഗ് ബോസ് ഒക്കെ തീർന്ന് വെറുതെ ഇരിക്കുന്നത്. ഹിന്ദി ബിഗ് ബോസ്, മലയാളം എല്ലാം തീർന്നു. പിന്നെ കാണാനായിട്ടൊന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു പെങ്കൊച്ച് കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫീൽഡിൽ എപ്പോഴും ഒരു പെങ്കൊച്ച് കരയുന്നത്. അവളെ ഏതോ ചെറുക്കൻ ചീറ്റ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു റിയാലിറ്റി ഷോനെ കുറിച്ച് അറിയുന്നു. ഏതാണെന്ന് ചോദിച്ചാൽ സ്പ്ലിറ്റ് വില്ല ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് കേട്ടിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ. പക്ഷേ ഇതുവരെ കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. ഈ പ്രാവശ്യം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചുമ്മാ ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ച് കണ്ടുപോയ ആദ്യത്തെ എപ്പിസോഡൊന്നും കണ്ടില്ല. സംഭവം അറിയുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഒരു പെങ്കൊച്ച് കരയുന്നത്, എന്താ അവളെ ഒരു ചെറുക്കൻ ചീറ്റ് ചെയ്തെന്നോ എന്തൊക്കെയോ അങ്ങനെ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി ഷോ ഒരു ഡേറ്റിംഗ് ഷോയാണ്. ഷോയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വരും. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കണക്ഷനെ തിരഞ്ഞെടുക്കാം. പിന്നെ അവർ ഒരുപാട് ടാസ്ക് ചെയ്യും. ആ ടാസ്കിൽ വിജയിക്കുന്ന ആൾ അവിടെ നിൽക്കും, ഇല്ലാത്ത ആളിനെ അവർക്ക് ഡംപ് ചെയ്യും, അതായത് പുറത്താക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ് സംഭവത്തിൽ. ഈ ഏറ്റവും പ്രശസ്തനായിട്ട് യോഗേഷ്, ഞാൻ ഇതിന് ശേഷം ആ ചെറുക്കൻ്റെ ഇതൊക്കെ കണ്ടുപോയി. അതായത് യോഗേഷ് റാവത്ത് എന്ന് പറയുന്നൊരു പയ്യൻ. ആ പയ്യൻ ഇതിനു മുമ്പ് റോഡീസ്, അത് നല്ലൊരു ഷോയാണ് റോഡീസ്. ആ ഷോയിൽ വിന്നർ ആയിട്ടില്ല, പക്ഷെ വിന്നർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞൊരു പയ്യനായിരുന്നു. അപ്പോൾ അവൻ വന്നപ്പം അവൻ്റെ കണക്ഷനായിട്ട് അവൻ തിരഞ്ഞെടുത്തത് ആകാംക്ഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ. ആകാംക്ഷ അത്ര പ്രശസ്തിയൊന്നുമല്ല, മിസ് യൂണിവേഴ്സ് അങ്ങാണ്ട് 2025 ആവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതോ അത് അവസാനത്തെ റൗണ്ടിൽ വന്ന എങ്ങനെ ഏതോ ഒരു പെൺകുട്ടി, അറിയില്ല കൂടുതലൊന്നും. അപ്പോൾ ഈ പയ്യൻ്റെ കണക്ഷൻ ആകാംക്ഷയായിരുന്നു. സോ ഈ ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടൊരു ജോഡിയായിട്ട് മാറി യോഗേഷും ആകാംക്ഷയും. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ട്വിസ്റ്റ്. ഷോയിൽ യോഗേഷിൻ്റെ ഗേൾ ഫ്രണ്ട് വരുന്നു, രുരു താക്കൂർ. എനിക്ക് സത്യം പറഞ്ഞ ഈ രണ്ട് പെൺകുട്ടികളിൽ വന്നിട്ടും ആകാംക്ഷേനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് രുരുവിനെയാണ്. ഐ ഡോണ്ട് നോ വൈ. കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ആകാംക്ഷയുണ്ടെങ്കിൽ എനിക്ക് രുരുവിനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ രുരു വന്നപ്പോഴത്തേക്ക് അവസാനം അവന് ചോയ്സ് വന്നു. അത് രണ്ടുപേരെയും കൊണ്ട് ഗെയിം കളിക്കാൻ പറ്റില്ല, ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കണം. പയ്യൻ അവൻ്റെ ഈ യഥാർത്ഥ ഗേൾഫ്രണ്ടായ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ പോയിന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് ഇനി എനിക്ക് രുരുവിൻ്റെ കൂടെ ഗെയിം കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഇത്രയും നാൾ ആകാംക്ഷയുടെ കണക്ഷനായിട്ട് ഇരുന്നിട്ട് രുരുവിനെ തിരഞ്ഞെടുത്തപ്പോൾ ഇത് ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതുമല്ല, അത് മറ്റേ പെൺകുട്ടിക്ക് ഒരു അൺഫെയർ ആയിപ്പോയി. കാരണം ഗെയിമിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ കണക്ഷൻ ഇല്ലാതെ, അതിനൊരു അൺഫെയർ. സോ ഇതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അതായത് ഈ യോഗേഷിനും രുരുവിനൊക്കെ ഒരുപാട് ട്രോളും ഹേറ്റും ഒക്കെ ഇതുപോലെ കിട്ടാൻ തുടങ്ങി. മാത്രമല്ല ആകാംക്ഷയ്ക്ക് 1 മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടി. ഇപ്പോൾ 2 മില്യൺ ആവാൻ പോകുന്നു. പക്ഷേ ഇതിനൊക്കെ കാരണം യോഗേഷ് റാവത്താണ്. ആൻഡ് എനിക്ക് തോന്നുന്നു വലിയ തെറ്റൊന്നും ചെയ്തില്ല. കാരണം 20 ദിവസത്തെ സ്നേഹത്തെക്കാളി പെൺകുട്ടീനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും.